question. Verify Stokes theorem. Verify Stokes theorem. Verify Stokes theorem for the vector field. For the vector field, the vector of xyz equal to 2z I vector plus 3x j vector plus 5y k vector. Taking sigma to be the portion of the paraboloid. Portion of the paraboloid z is equal to 4 minus x square minus y square, for which z greater than or equal to 0 with upward orientation. And C to be the positively oriented circle. X square plus y square equal to 4. That forms the boundary of sigma in the xy plane. So that is the question. നമുക്കൊരു വെക്ടർ ഫീൽഡ് തന്നിരിക്കുന്ന വെക്ടർ ഫീൽഡ് എന്ന് പറയുന്നത് 2z I വെക്ടർ പ്ലസ് 3x j വെക്ടർ പ്ലസ് 5y k വെക്ടർ ആണ്. സർഫസ് എന്ന് പറയുന്ന ഒരു പരാബോളോയിഡ് ആണ്. പരാബോളോയിഡ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. പോസിറ്റീവ്ലി ഓറിയന്റഡ് ആണ്. പോസിറ്റീവ്ലി അപ്വേർഡ് ഡയറക്ഷനിലാണ് ഓറിയന്റേഷൻ. അതിന്റെ ബൗണ്ടറി സർക്കിൾ, അതായത് അതിന്റെ ഓറിയന്റഡ് സർക്കിൾ എന്ന് പറയുന്നത് x square plus y square equal to 4. അതായത് 2 റേഡിയസ് ഉള്ള സർക്കിൾ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റോക്സ് തിയറം ഈ കണ്ടീഷനിൽ വെരിഫൈ ആണ്. സ്റ്റോക്സ് തിയറം എന്താ പറയുന്നത്? കോസ് ഇന്റഗ്രൽ ഓവർ സി എഫ് വെക്ടർ ഡോട്ട് ഡി ആർ വെക്ടർ ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ കെയർ ഓഫ് എഫ് വെക്ടർ ഡോട്ട് എൻ വെക്ടർ ഡി എസ്. ഇതാണ് സ്റ്റോക്സ് തിയറത്തിന്റെ condition. Integral over c f vector dot dr vector is equal to double integral over sigma curl of f vector dot n vector ds. This is a line integral and this is a surface integral. So നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കിത് വെരിഫൈ ചെയ്യണം. ഇത് രണ്ട് ഈക്വൽ ആണോ എന്ന് നമുക്ക് വെരിഫൈ ചെയ്യണം. അതാണ് ക്വസ്റ്റ്യൻ. സോ ആദ്യം നമ്മൾ ഈ ലൈൻ ഇന്റഗ്രൽ കണ്ടുപിടിക്കണം. അതിനുശേഷം ഈ സർഫസ് ഇന്റഗ്രൽ കണ്ടുപിടിക്കണം. രണ്ടും ഈക്വൽ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഈക്വൽ ആണെങ്കിൽ വെരിഫൈഡ്. മനസ്സിലായോ? സോ ആദ്യം ഈ ലൈൻ ഇന്റഗ്രൽ കാണാം. ഓക്കെ, ലൈൻ ഇന്റഗ്രൽ കാണാൻ സി നമുക്ക് തന്നിട്ട് സി എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് സ്ക്വയർ ഈക്വൽ ടു 4 ആണ്. എഫ് വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട്. ഡി ആർ വെക്ടർ ഈ സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എഴുതണം, അതായത് വെക്ടർ ഇക്വേഷൻ എഴുതണം. അതിനുശേഷം നമുക്ക് ലൈൻ ഇന്റഗ്രൽ കണ്ടുപിടിക്കാം. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ ടു എവരിവൺ? ക്വസ്റ്റ്യൻ ഈസ് ക്ലിയർ ടു എവരിവൺ? എനി ഡൗട്ട്? സ്റ്റോക്സ് തിയറം വെരിഫൈ ചെയ്യുകയാണെങ്കിൽ 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, യെസ്. സോ ആദ്യം നമുക്ക് ആ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. ലൈൻ ഇന്റഗ്രൽ
equal to integral over C effector dot dr vector. So effector question തന്നിട്ട് effector equal to 2z I vector plus 3x j vector plus 5y k vector. So that is effector. R vector of t ആദ്യം കാണണം. R vector of t I സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ. സർക്കിൾ ഇവിടെ x square plus y square equal to 4 ആണ്. That is given in the question. Question already തന്നിട്ടുണ്ട്. So this is a circle with a unit radius. അല്ല 2 radius. Okay. Circle with 2 radius. This is 2 and this is 2 and this is minus 2 and this is minus 2. So ഈ സർക്കിളിന്റെ ഇക്വേഷൻ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ r x of t equal to cos t y of t and x of t equal to 2 cos t y of t equal to 2 sin t. So that is 2 sin t 2 cos t. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ലൈൻ ഇന്റഗ്രൽസ് പഠിക്കുന്ന സമയത്ത് സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ഒക്കെ. 2 cos t I vector plus 2 sin t j vector plus ഇവിടെ സർക്കിളിന്റെ ഇതില്ല, അതുകൊണ്ട് 0 k vector. 0 k vector instead of t. So what is dr vector by dt? Minus 2 sin t I vector plus 2 cos t j vector. Okay. So dr equal to minus 2 sin t dt I vector plus 2 cos t dt j vector. ഈ dt ഇങ്ങോട്ട് മൾട്ടിപ്ലൈ. ഇനി നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. എഫ് വെക്ടർ ഡോട്ട് dr വെക്ടർ. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 2z into minus 2 sin t plus 3x into 2 cos t dt. Okay. dt. 3x into 2 cos t dt plus 0 into ഇവിടെ k vector ഇല്ല, plus 0 k vector ആണ്. So 5y into 0. So this becomes minus 4z sin t dt minus 4z sin t dt plus 6x cos t dt. 6x cos t dt. Okay. Z ന്റെ സ്ഥാനത്ത് 0 കൊടുക്കുക, കാരണം z of t 0 ആണ്. Z of t equal to 0. Okay. Y of t എന്ന് പറയുന്നത് 2 sin t ആണ്. X of t എന്ന് പറയുന്നത് 2 cos t ആണ്. So this becomes this is equal to vector dot dr vector equal to ഇവിടെ z ന്റെ സ്ഥാനത്ത് 0 കൊടുക്കുക. So minus 4 into 0 sin t dt plus 6 into x ന്റെ സ്ഥാനത്ത് 2 cos t. x ന്റെ സ്ഥാനത്ത് 2 cos t. So 6 into 2 cos t dt plus 0. So f vector dot dr vector equal to 12 cos t dt. 12 cos t cos square t വരും. ഓക്കെ. എന്തുകൊണ്ടാ? ഇവിടെ ഓൾറെഡി ഒരു cos t ഉണ്ട്, പിന്നെ 2 cos t വരുമ്പോൾ 2 into cos square t. അപ്പൊ 12 cos square t dt. So full circle ഉണ്ട്. So limit should be 0 to 2 pi. Limit should be 0 to 2 pi. Limit should be 0 to 2 pi. ഇനി അത് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. So that is okay. So that is equal to integral 0 to 2 pi 12 cos square t dt.
So cos square t integrate ചെയ്യാൻ that is 1 plus cos 2t by 2 എഴുതാം. So 0 to 2 pi 12 into 1 plus cos 2t by 2. Okay, cos square t integrate ചെയ്യാൻ നമ്മൾ 1 plus cos 2t by 2 ചെയ്യണം. അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇന്റഗ്രേഷൻ ഒക്കെ. 12 2 പുറത്തേക്ക് എടുക്കുക. അപ്പൊ 6 ആവും. 6 into 0 to 2 pi 1 plus cos 2t dt. So that is 6 into t plus sin 2t by 2. Limit is 0 to 2 pi. Cos 2t integrate ചെയ്യുമ്പോൾ sin 2t by 2. Okay. So that is equal to 6 into ആദ്യം t ക്ക് 2 pi കൊടുക്കുക. So 2 pi minus plus sin 4 pi. Sin 4 pi is 0. Minus 0. Sin 0 is 0. 0 plus 0. So that is 12 pi. So line integral value 12 pi. Okay, is it clear to anyone? Any doubts? Any doubts? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല സാർ, സ്ലൈഡ് കൂടി കാണിച്ചു തരുമോ? ഓക്കെ, ഇതുപോലെ നമ്മള് സർഫസ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. എന്നിട്ട് രണ്ടും സെയിം ആണെന്ന് കാണിക്കണം. ഓക്കെ ഓക്കെ സാർ, കഴിഞ്ഞു. So I am clearing this board. So next is surface integral. Surface integral double integral over sigma curl of f vector dot n vector ds. So ഇവിടെ already f vector തന്നിട്ടുണ്ട്. f vector equal to 2z I vector plus 3x j vector plus 5y k vector. So ആദ്യം നമ്മൾ കേൾ കാണണം. കേൾ ഓഫ് എഫ് വെക്ടർ ഡിറ്റർമിനന്റ് I vector j vector k vector dou by dou x dou by dou y dou by dou z 2z 3x 5y. So this is equal to I vector into dou by dou y of 5y, it is 5. Dou by dou z of 3x 0 minus j vector into dou by dou x of 5y 0 minus dou by dou z of 2z 2 plus k vector into dou by dou x of 3x 3 dou by dou y of 2z 0. So that is 5 I vector plus 2 j vector plus 3 k vector. So that is the curve. Okay. ഇനി n vector കാണണം. n vector അതിന് ജസ്റ്റ് ചിത്രം ഒന്ന് വരയ്ക്കാം സൈഡില്. ചിത്രം വരയ്ക്കുമ്പോൾ നമ്മുടെ ബൗണ്ടറി എന്ന് പറയുന്നത് സർക്കിൾ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4. അപ്പൊ ഇത് 2 ആയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സർക്കിൾ കിട്ടും. ബൗണ്ടറി സർക്കിള്. സർക്കിളിന്റെ ഓറിയന്റേഷൻ തന്നിട്ടുണ്ട്. പോസിറ്റീവ്ലി ഓറിയന്റഡ്. പോസിറ്റീവ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്.
കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് സർക്കിളിന്റെ. അവിടെ പരാബോളയാണ് നമ്മുടെ ഷേപ്പ് സർഫസ് എന്ന് പറയുന്നത്. പരാബോള എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. Z ഈക്വൽ ടു 4x പ്ലസ് Z ഈക്വൽ ടു, ഇതാണ് നമ്മുടെ ഒരു സർഫസ്. സർഫസിന്റെ ബൗണ്ടറി സർക്കിളാണ്. നമ്മുടെ സി ഈ സർക്കിളാണ്. അപ്പൊ ഈ സർക്കിള് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. എങ്ങനെയാണ് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് മനസ്സിലായത്? ബിക്കോസ് ക്വസ്റ്റ്യനിൽ തന്നിട്ട് പോസിറ്റീവ്ലി ഓറിയന്റഡ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സർക്കിളിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ സർഫസ് ഈസ് ഓൺ ദി ലെഫ്റ്റ് സൈഡ്. സർഫസ് ഈസ് ഓൺ ദി ലെഫ്റ്റ് സൈഡ്. ഇസ് ഇറ്റ് ക്ലിയർ? സർഫസ് ഈസ് ഓൺ ദി ലെഫ്റ്റ് സൈഡ്. Yes, sir. യാ, ഈ സർക്കിളിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ സർഫസ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡ്. ഓക്കെ, സോ എൻ വെക്ടർ ചൂസ് ചെയ്യുന്നത് മൈനസ് ഡോ സെറ്റ് ബൈ ഡോ എക്സ് ഐ വെക്ടർ. ഇന്നലെ ഡിസ്കസ് ചെയ്താണ്. മൈനസ് ഡോ സെറ്റ് ബൈ ഡോ ബൈ ജെ വെക്ടർ പ്ലസ് ജെ വെക്ടർ. ഇതായിരിക്കും സർഫസ്. ഓക്കെ, so dou z by dou x, ഇവിടെ z ന്റെ ഇക്വേഷൻ z is equal to 4 minus x square minus y square ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് z എന്ന് പറയുന്നത് 4 minus x square minus y square ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നമ്മൾ dou z by dou x ചെയ്യുന്ന സമയത്ത് it is minus 2x. ഓൾറെഡി ഇവിടെ മൈനസ് ഉണ്ട്. സോ it become plus 2x plus 2x I vector. Similarly this become plus 2 by j vector plus k vector. So that is n vector. Curl of കിട്ടി, n vector കിട്ടി. ഇനി നമ്മളിത് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാം. കേൾ ഓഫ് ഡോട്ട് n vector എടുക്കാം. കേൾ ഓഫ് ഡോട്ട് n vector ഇവിടെ എഴുതാം. കേൾ ഓഫ് ഡോട്ട് n vector ഈക്വൽ ടു, ഇത് നമ്മുടെ ഡോട്ട് പ്രോഡക്റ്റ്. അപ്പൊ 10x 5 into 2x 10x plus 2 into 2 by 4 by plus 3 into 1 3. 10x plus 4 by plus 3. 10x plus 4 by plus 3. 10x plus 4 by plus 3. ഇനി നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ആ ഇന്റഗ്രൽ ആദ്യം എഴുതുന്നത്. നമ്മുടെ റീജിയൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സർക്കിൾ ആണ് എടുക്കേണ്ടത്. സർക്കിള്, അപ്പൊ നമുക്കറിയാം സർക്കിൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ യൂസിങ് പോളാർ ഇന്റഗ്രൽ. സർക്കിളിന്റെ ചോദ്യങ്ങളിൽ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാവുന്നത് പോളാർ ഇന്റഗ്രൽ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ പോളാറിലേക്ക് മാറ്റിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, സർക്കിൾ തന്നെ പ്രോബ്ലത്തിന്റെ ഏറ്റവും പ്രിഫറബിൾ മെത്തേഡ് എന്ന് പറയുന്നത് പോളാർ ഇന്റഗ്രൽ ആണ്. So that is equal to integral 0 to 2 pi integral 0 to 2. സർക്കിളിന്റെ റേഡിയസ് 2 ആണ്. സോ r become r ന്റെ ലിമിറ്റ് 0 to 2. ഫുൾ സർക്കിൾ ഉണ്ട്, അതുകൊണ്ട് 0 to 2 pi. കേൾ ഓഫ് f വെക്ടർ ഡോട്ട് n വെക്ടർ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ട് 10. x ന് സ്ഥാനത്ത് 2 cos θ കൊടുക്കുക. 2 cos θ. പോളാർ ഇന്റഗ്രലിൽ x എന്ന് പറയുന്നത് r cos θ ആണ്. y എന്ന് പറയുന്നത് r sin θ ആണ്. So r ഇവിടെ 2 ആണ്. So it become r 2 cos θ, then it become 2 sin θ. So 10 into 2 is cos θ plus 4 into 2 sin θ plus 3 into r dr dt. പോളാർ ഇന്റഗ്രലിലേക്ക് കൺവേർട്ട് ചെയ്തു ഈ ഇന്റഗ്രലിനെ. So this become integral 0 to 2 pi integral 0 to 2 10 into 2 20 r cos θ. ഈ r ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്തു. 10 into എക്സ്ക്യൂസ് മീ, ഒരു കാര്യം ചെറിയ തെറ്റ്. ഇവിടെ 2 കൊടുക്കാൻ പറ്റില്ല. ഇവിടെ r വേണം കൊടുക്കുക. കാരണം 2 ലിമിറ്റ് ആയിട്ടല്ലേ നമ്മൾ കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ r cos θ എന്ന് കൊടുക്കണം. അപ്പോഴുള്ള ഇന്റഗ്രേഷൻ പോസിബിൾ ആവും. ഇന്റഗ്രേഷൻ മീനിങ്ങളും കാരണം ലിമിറ്റ് ആണ്. ആറിന്റെ ലിമിറ്റ് ആണ് 0 to 2. r കോൺസ്റ്റന്റ് അല്ല. r കോൺസ്റ്റന്റ് ആവുന്ന കേസിലാണ് നമുക്ക് 2 cos θ കൊടുക്കാൻ പറ്റും. ഇവിടെ r കോൺസ്റ്റന്റ് അല്ല, ബിക്കോസ് r ഈസ് വേരി. ഓക്കെ,
ആർ ഈസ് വേരിയിങ് അപ് ടു എവിടം വരെ 0 തൊട്ട് 2 വരെ. ഓക്കെ, ആർ ഈസ് വേരിയിങ് അപ് ടു 0 ടു 2. സോ ഇവിടെ 6 തന്നെ കൊടുക്കണം ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. സോ 10 ആർ സ്ക്വയർ കോസ് തീറ്റ പ്ലസ് 4 ആർ സ്ക്വയർ സൈൻ തീറ്റ പ്ലസ് 3 ആർ ഡി ആർ ഡി തീറ്റ. ഈ 6 ഞാൻ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. സോ ഇറ്റ് ബിക്കം 10 ആർ സ്ക്വയർ കോസ് തീറ്റ പ്ലസ് 4 ആർ സ്ക്വയർ സൈൻ തീറ്റ പ്ലസ് 3 ആർ ഡി ആർ ഡി തീറ്റ. ഈ സ്റ്റെപ്പ് ആർക്കെങ്കിലും സംശയമുണ്ടോ? പോളാർ ഇന്റഗ്രൽ മാറ്റിയതിൽ എന്തുകൊണ്ടാണ് ഞാൻ 2 കൊടുക്കാതിരുന്നത്? 2 ലിമിറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 0 ടു 2 ലിമിറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ നമ്മൾ എക്സിന് സ്ഥാനത്ത് ആർ കോസ് തീറ്റ കൊടുക്കണം, വൈക്ക് സ്ഥാനത്ത് ആർ സൈൻ തീറ്റ കൊടുക്കണം. ഓക്കെ, സോ ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, so this is equal to r square integrate ചെയ്യുമ്പോൾ r cube by 3. r square integrate ചെയ്യുമ്പോൾ r cube by 3. This is 0 to 2 pi r cube by 10 ഉണ്ട്, 10 r cube by 3 cos theta plus 4 r cube by 3 sin theta plus 3 r square by 2 dt. It is 0 to 2. Okay. ഇനി ആദ്യം ആറിന്റെ സ്ഥാനത്ത് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആറിന്റെ സ്ഥാനത്ത് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 10 into 2 cube. 10 into 2 cube means 10 into 8. 10 into 8 80 by 3 വരും. So this is equal to 0 to 2 pi 80 by 3 cos theta plus ഇവിടെ r cube വരുമ്പോൾ 4 into 8 32. 32 by 3 sin theta plus 3 into 4 12. 12 by 2 6. 6 വരും. പിന്നെ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എല്ലാം 0 ആയി പോകും. ആറിന് സ്ഥാനത്ത് 0 കൊടുക്കുമ്പോൾ എല്ലാം 0 ആയി പോകും. 6 dt. ഓക്കെ, ചോദിക്കുകയാണെങ്കിൽ 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. വെരിഫൈ സ്റ്റോക്സ് ചെയ്യണം. ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. So this is equal to 0 to 2 pi. ഓക്കെ, ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യാണ് ഡയറക്റ്റ് ആയിട്ട്. So 80 by 3 into integral cos theta is sin theta. So 80 by 3 sin theta. 32 by 3 minus 32 by 3 cos theta. ഇതെങ്ങനെ മൈനസ് ആയത്? സൈൻ തീറ്റയുടെ ഇന്റഗ്രല് മൈനസ് കോസ് തീറ്റ. ഓക്കെ, പ്ലസ് 6 തീറ്റ. It is 0 to 2 pi. So sin 2 pi 0 വരും. So 80 by 3 0 0 minus cos 2 pi 1 ആണ്. So it is become 32 by 3 into 1 plus 12 pi minus sin 0 0. So 80 by 3 into 0 cos 0 1 again minus 32 by 3 6 into 0 0. Okay.
So this is equal to minus 32 by 3 plus 12 pi plus 32. So this 2 terms cancel, so you get 12. So നമുക്ക് ലൈൻ ഇന്റഗ്രൽ ചെയ്തപ്പോഴും കിട്ടിയത് 12 pi ആണ്. So both the integrals are same. So conclusion is this one. Both integrals are same. Both integrals are same. Both integrals are same. So therefore Stokes theorem is verified. Therefore Stokes theorem is verified. Okay. Is it clear to anyone? Question? Any doubts? Any doubts? Okay. So Stokes theorem verify ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ലൈൻ ഇന്റഗ്രൽ കണ്ടുപിടിക്കണം, പിന്നെ സർഫസ് ഇന്റഗ്രൽ കണ്ടുപിടിക്കണം, രണ്ടും സെയിം ആണെന്ന് കാണിക്കണം. ഓക്കെ. So it's a time to attendance, time to take attendance. So നമ്മുടെ മോഡ്യൂൾ 2 അവസാനിച്ചു. ഈ ഒരു ചെറിയ ടോപ്പിക് ഉണ്ട്, അതൊരു 10 മിനിറ്റ് കാര്യമുള്ളൂ അറിയാൻ. ഇന്ന് തന്നെ അത് പഠിപ്പിച്ചത്. അപ്പൊ നാളെ നമുക്ക് പുതിയ മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ടോപ്പിക് അല്ല, ഈ സ്റ്റോക്സ് തിയറത്തിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഒരു ടേം അത്ര. P4 patterns വരും. P3 വരും. ഓക്കെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ നമ്മുടെ ക്ലാസ്സിന്റെ ഇത് ഇംപ്രൂവ് ചെയ്യാനോ, അല്ലെങ്കിൽ ക്ലാസ് പോരാ, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇംപ്രൂവ്മെന്റ് വേണം എന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് എന്നോട്. നമുക്ക് അത് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കാവുന്നതാണ്. ഞാനിതിൽ കംഫർട്ടബിൾ ആണ് ഇങ്ങനെ എടുക്കുന്നതിൽ. നിങ്ങളുടെ അവസ്ഥ എനിക്കറിയില്ല. സോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ആരൊക്കെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. എനിബഡി? മർഷീന? ഹലോ. എന്താ പറഞ്ഞു? മർഷീന പറയുന്നത് ക്ലിയർ ഇല്ല. മർഷീന പറയുന്നെങ്കിൽ ക്ലിയർ ആണ്. മർഷീന ഇങ്ങനെ മതി. ഓക്കെ, ഫൈൻ. ഓക്കെ, നമുക്കൊരു അടുത്തൊരു ടേം നോക്കാം. ഒരു ടേം ജസ്റ്റ് സിമ്പിൾ ഒരു കാര്യം കോൺസെപ്റ്റ് ആണ്. സർക്കുലേഷൻ. രണ്ട് കാര്യങ്ങളാണല്ലോ, സർക്കുലേഷൻ ആൻഡ് സർക്കുലേഷൻ ഡെൻസിറ്റി. ഓക്കെ, സർക്കുലേഷൻ ആൻഡ് സർക്കുലേഷൻ ഡെൻസിറ്റി. സർക്കുലേഷൻ ആൻഡ് സർക്കുലേഷൻ ഡെൻസിറ്റി.
സർക്കുലേഷൻ ഡെൻസിറ്റി. ഓക്കെ, സർക്കുലേഷൻ ഇക്വേഷൻ integral over C F vector dot T vector ds. അതായത് LHS of Stokes theorem. LHS of Stokes theorem. LHS of Stokes theorem. Next one, circulation density. Circulation density. അത് curl of F vector dot N vector. RHS, the term inside integral of RHS, the term inside the integral of RHS, integral of RHS of the Stokes. ഓക്കെ, അതായത് സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ലൈൻ ഇന്റഗ്രൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ചിലപ്പോ ക്വസ്റ്റിന്റെ ഒരു വെക്ടർ ഫീൽഡ് തരും, ഒരു സർഫസും തരും, ആ സർഫസിന്റെ ഒരു ഓറിയന്റഡ് കർവും തരും. അപ്പൊ സർക്കുലേഷൻ കാണാൻ പറയും. അപ്പൊ സർക്കുലേഷൻ കാണാൻ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, ആ അതേ സെയിം കാര്യം തന്നെ നമ്മൾ ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് കണ്ടാൽ മതി. സ്റ്റോക്സ് തിയറം യൂസ് ചെയ്തിട്ട് നമുക്ക് ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ, അതായത് ഈ ടേം LHS കണ്ടുപിടിച്ചാണ്. സർക്കുലേഷൻ ഡെൻസിറ്റിയെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേൾ ഓഫ് എഫ് വെക്ടർ ഡോട്ട് എൻ വെക്ടർ ആണ് കണ്ടുപിടിക്കുന്നത്. സർക്കുലേഷൻ ഡെൻസിറ്റി ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് തരും, ആ പോയിന്റിൽ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്യാം, അപ്പൊ നമുക്ക് മനസ്സിലാവും. ക്വസ്റ്റ്യൻ ഇതാണ്. ഇക്വേഷൻസ് ആണെങ്കിൽ ജസ്റ്റ് എഴുതിയെടുത്തോളൂ. കൺസിഡർ ദി വെക്ടർ ഫീൽഡ്. Consider the vector field. ഈ ഒരു ചോദ്യം കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മോഡ്യൂൾ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ ഫ്രഷ് ആയിട്ട് പുതിയ മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഇത് ഡിസ്കസ് ചെയ്യുന്നത്. Given by the formula vector of x y z is equal to x minus z I vector plus y minus x j vector plus z minus xy k vector. Z minus xy k vector. Use Stokes theorem. Use Stokes theorem to find the circulation. To find the circulation around the triangle. Triangle with the vertices A of 1 0 0, comma B of 0 2 0, and C of 0 0 1, oriented counterclockwise looking from the first question. Okay, first question. Looking from the origin towards the first octave. Towards the first octave. Second one, find the circulation density. Find the circulation density of F vector at the origin. At the origin in the direction of K vector. The direction of K vector. This is a question. Question എല്ലാവരും എഴുതിയെടുക്കുക. കൺസിഡർ ദ വെക്ടർ ഫീൽഡ് ഗിവൻ ബൈ ദി ഫോർമുല. അപ്പൊ വെക്ടർ ഫീൽഡ് തന്നിട്ടുണ്ട്. അങ്ങനെ തന്നിരിക്കുന്ന വെക്ടർ ഫീൽഡ് നമുക്ക് തന്നിരിക്കുന്ന കർവ് എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ അത് ഒറിജിനിൽ നിന്ന് ഫസ്റ്റ് ഒക്ടന്റിലേക്ക് വ്യൂ ചെയ്യണം.
അപ്പൊ നമുക്ക് ചിത്രം ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇപ്പോ 100 എന്ന് പറയുമ്പോ ഇവിടെ ഓക്കെ, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് സെറ്റ് ആക്സിസ്. ദിസ് ഈസ് 100. ഓക്കെ, 1, ദിസ് ഈസ് 2 ആൻഡ് ദിസ് ഈസ് 1. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ. ഓക്കെ, സോ ഇവിടെ ഒറിജിനിൽ നിന്ന് നോക്കണം. കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് ഇതാണ് ഈ ഓറിയന്റേഷൻ. കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, സോ നമ്മൾ ഇതിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ സർഫസ് ഈസ് ഓൺ ലെഫ്റ്റ് സൈഡ്. സർഫസ് ലെഫ്റ്റ് സൈഡ് ആണ്, കാരണം ഇതല്ലേ നമ്മുടെ സർഫസ്. സോ ഇതിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ സർഫസ് ലെഫ്റ്റ് സൈഡ് ആണ്. ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ നമ്മുടെ എൻ വെക്ടർ എന്താണെന്ന് നമുക്കറിയാം. സോ സർക്കുലേഷൻ കാണാൻ പറഞ്ഞാൽ നമ്മൾ ഇന്റഗ്രൽ ഓവർ സി എഫ് വെക്ടർ ഡോട്ട് ഡി ടി എഫ് വെക്ടർ ഡോട്ട് ടി വെക്ടർ ടി എസ് ആണ് കാണേണ്ടത്. സോ സ്റ്റോക്സ് തിയറം യൂസ് ചെയ്യുമ്പോൾ ലൈൻ ഇന്റഗ്രൽ എന്തായി മാറും? സർഫസ് ഇന്റഗ്രൽ ആയിട്ട് മാറും. ക്ലിയർ? ഇത് ക്ലിയർ ടു എവരിവൺ? ഇത് സെയിം മെത്തേഡ്. നമ്മൾ സ്റ്റോക്സ് തിയറം യൂസ് ചെയ്തിട്ട് വർക്ക് ഡൺ കാണാൻ പറഞ്ഞല്ലോ. സ്റ്റോക്സ് തിയറം യൂസ് ചെയ്തിട്ട് വർക്ക് ഡൺ കാണാൻ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ? വർക്ക് ഡൺ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ലൈൻ ഇന്റഗ്രൽ ആണ്. വർക്ക് ഡൺ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ലൈൻ ഇന്റഗ്രൽ ആണ്. പക്ഷെ ആ ലൈൻ ഇന്റഗ്രലിനെ നമ്മൾ എന്താക്കി മാറ്റും? സ്റ്റോക്സ് തിയറം യൂസ് ചെയ്യുമ്പോൾ ഒരു സർഫസ് ഇന്റഗ്രൽ ആക്കിയിട്ട് മാറ്റും. അതേപോലെ തന്നെ സർക്കുലേഷൻ എന്ന് പറയുന്നത് ഒരു ലൈൻ ഇന്റഗ്രൽ ആണ്. അപ്പൊ സ്റ്റോക്സ് തിയറം യൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോക്സ് തിയറം യൂസ് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറണം? ഒരു സർഫസ് ഇന്റഗ്രൽ ആയിട്ട് മാറും. ഓക്കെ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്ക് അത് പെട്ടെന്ന് ചെയ്യാം. ഇവിടെ എഫ് വെക്ടർ തന്നിട്ടുണ്ട്. എഫ് വെക്ടർ equal to x minus z I vector plus y minus x k vector j vector plus z minus x by k vector. ഓക്കെ, സി എന്ന് പറയുന്നത് ട്രയാങ്കിൾ ആണ്. ക്വസ്റ്റ്യൻ തന്നിട്ട്. സോ നമുക്ക് ആദ്യം കേൾ ഓഫ് എഫ് വെക്ടർ കാണണം. കേൾ ഓഫ് എഫ് വെക്ടർ വെച്ചുമ്പോൾ ഡിറ്റർമിനന്റ് ഐ വെക്ടർ ജെ വെക്ടർ കെ വെക്ടർ. എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ വേറെ സ്റ്റോക്സ് തിയറം യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും കേള് കണ്ടുപിടിച്ചിരിക്കുക. കേള് കണ്ടുപിടിച്ചാൽ തന്നെ നിങ്ങൾക്ക് 2-3 മാർക്ക് കിട്ടും. ഓക്കെ, ഐ വെക്ടർ ജെ വെക്ടർ കെ വെക്ടർ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ്. ഇവിടെ എക്സ് മൈനസ് ഇസഡ്, വൈ മൈനസ് എക്സ്, സെഡ് മൈനസ് എക്സ് വൈ ചെയ്യാവുന്നതാണ്. ഐ വെക്ടർ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ മൈനസ് എക്സ് ഇസ് -1. ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് മൈനസ് ഇസഡ് ഇസ് 0. So -1 minus 0 minus j vector into okay, ഞാൻ അവിടെ തെറ്റി. I vector into വിഷം തുടങ്ങിയ ഭയങ്കര തെറ്റിക്കൽ വരും പ്രോബ്ലം ചെയ്യുമ്പോൾ. ഡോ ബൈ ഡോ വൈ ഓഫ് ഇസഡ് മൈനസ് എക്സ് വൈ. ഡോ ബൈ ഡോ വൈ ഓഫ് ഇസഡ് മൈനസ് എക്സ് വൈ ഈസ് -x. ഡോ ബൈ ഡോ സെറ്റ് ഓഫ് y minus x 0. -x minus 0 minus j vector into ഡോ ബൈ ഡോ എക്സ് ഓഫ് z minus x y is -y. Okay, and dou by dou set of x minus z is -1. Okay, so plus k vector into dou by dou x of y minus x is -1. Dou by dou y of x minus z is 0. So you will get I vector minus x I vector minus y plus 1 minus y minus 1 minus y j vector minus y plus 1 nullane 1 minus y 1 minus y j vector minus k vector. So that is the view. Minus x I vector minus 1 minus y j vector minus k vector.
സോ നിങ്ങള് ഈ നമ്മുടെ റീജിയൻ ഒന്ന് വരയ്ക്കാം. റീജിയൻ റീജിയൻ ഇത് 1 അല്ല, ഇത് 1 അല്ല, 0,2,0 ഈ പോയിന്റ്. ഇത് 1,0,0 ഇത് 0,0,1 ഒരു റീജിയൻ. ഓക്കെ, ഡയറക്ഷൻ പ്രോപ്പർട്ടി. സോ നമുക്ക് വേണ്ടത് ഈ പ്ലെയിനിന്റെ ഇക്വേഷൻ വേണം, ഈ ഇസെറ്റിന്റെ ഇക്വേഷൻ വേണം. ഈ പ്ലെയിനിന്റെ ഇക്വേഷൻ കാണാന്ന് പറഞ്ഞാൽ 3 ലൈൻസ് ആണ്, 3 ലൈൻസ് ആണ് പ്ലെയിനിന്റെ ഇക്വേഷൻ. സോ ഇതെങ്ങനെ കണ്ടുപിടിക്കുക? അത് നിങ്ങൾ കുറച്ച് 3 ഡയമെൻഷണൽ ജോമെട്രി അറിഞ്ഞിരിക്കണം. ഓക്കെ, 3 ഡയമെൻഷണൽ ജോമെട്രിയില് പ്ലെയിനിന്റെ ഇക്വേഷൻ 3 പോയിന്റ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിനിന്റെ ഇക്വേഷൻ കാണാനുള്ള ഒരു ഫോർമുല ഉണ്ട് 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ അത്? If you have 3 points, we can determine a plane which contains these 3 points. ഈ 3 പോയിന്റ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന 3 നോൺ കൊലീനിയർ പോയിന്റ്സ് എന്ന് കഴിഞ്ഞാല് ഈ 3 നോൺ കൊലീനിയർ പോയിന്റ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിനിന്റെ ഇക്വേഷൻ. അത് ക്വസ്റ്റ്യൻ സാധാരണ തരാറുണ്ട്, ഇവിടെ നമുക്ക് ആ ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ആ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, സഞ്ജിത് ഓർമ്മയുണ്ടോ? ഓക്കെ, സഞ്ജിത്തിന് അറിയാണ്ട് കഴിയാൻ പറഞ്ഞതാണ്. ഓക്കെ, ഫൈൻ. സഞ്ജിത്ത് ഉത്തരം പറയാൻ പറ്റുകയാണ്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, അത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. കാരണം ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് ഈ പ്രോബ്ലം ചെയ്യുമ്പോഴേക്കും സമയം കുറയാം. നിങ്ങൾ നിങ്ങളുടെ +2 ടെക്സ്റ്റ് ബുക്കിൽ 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടാവും. അതിൽ പ്ലെയിനിന്റെ ഇക്വേഷൻ കാണുന്ന പ്രോബ്ലംസ് എടുക്കാം. പ്ലെയിനിന്റെ ഇക്വേഷൻ കാണുന്ന പ്രോബ്ലംസിൽ 3 നോൺ കൊലീനിയർ പോയിന്റ്സ് വന്നു കഴിഞ്ഞാല് ഓക്കെ, ആ നോൺ കൊലീനിയർ പോയിന്റ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിനിന്റെ ഇക്വേഷൻ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോഴേ നമുക്ക് ഇസെറ്റ് കിട്ടും, ഇസെറ്റിന്റെ ഇക്വേഷൻ കിട്ടും, ഈ പ്ലെയിനിന്റെ ഇക്വേഷൻ കിട്ടും. ആ ഇസെറ്റിന്റെ ഇക്വേഷൻ കിട്ടിയാലേ നമുക്ക് എൻ വെക്ടർ കാണാൻ പറ്റില്ല. എൻ വെക്ടറിന്റെ ഇക്വേഷൻ ഇവിടെ വരിക ∂z/∂x i വെക്ടർ പ്ലസ് ∂z/∂y j വെക്ടർ മൈനസ് k വെക്ടർ. ബിക്കോസ് ഇത് ട്രാവേഴ്സസ് on this line, the surface is on the left. സർഫസ് ലെഫ്റ്റിലാണ്, ലെഫ്റ്റ് വരുന്ന സമയത്ത് ഈ ഇക്വേഷൻ വരും. ഓക്കെ, സോ ഇസെറ്റിന്റെ അതിന് ∂z/∂x ആണെങ്കിൽ നമുക്ക് ഇസെറ്റിന്റെ ഇക്വേഷൻ അറിയണം. പക്ഷെ ഇസെറ്റിന്റെ ഇക്വേഷൻ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പൊ നമ്മൾ അത് ആദ്യം കണ്ടുപിടിക്കണം. അത് കാണാൻ നമുക്ക് എന്താ അറിഞ്ഞിരിക്കണം? കുറച്ച് 3 ഡയമെൻഷണൽ ജോമെട്രി അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ അത് പരീക്ഷയ്ക്ക് മിക്കവാറും പ്ലെയിനിന്റെ ഇക്വേഷൻ തരും കേട്ടോ. ഇങ്ങനെ പ്ലെയിനിന്റെ ഇക്വേഷൻ തരാത്ത പ്രോബ്ലംസ് വളരെ റയറാണ്. പക്ഷെ ഈ പ്രോബ്ലത്തിൽ തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്കത് കണ്ടുപിടിക്കണം. ഓക്കെ, അത് ഞാൻ നാളെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ദിവസം ഒരു ക്ലാസ് കിട്ടുകയാണെങ്കിൽ അന്ന് പറഞ്ഞുതരാം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആകെയുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഒരു പ്ലെയിൻ ഇക്വേഷൻ തന്നിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അത് നമുക്ക് പഠിച്ച ശേഷം ചെയ്യാം.